സുൽത്താൻ ബാറ്ററി അല്ല സർ, അത് ഗണപതി വട്ടമാണ്. ആർക്കാ അറിയാത്തത്? സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അതിന് പേരുണ്ടായിരുന്നില്ലേ? അത് ഗണപതി വട്ടമാണ്. അതാർക്കാ അറിയാത്തത്? ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് ഈ നാട്ടിൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ? സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ഗണപതി വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ ഇത്ര മഹാ അത്ഭുതമായിട്ട്? ഇത് ഞാൻ പറഞ്ഞതാണോ? 1984 പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ്. ഗണപതി വട്ടമാണ്. പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും LDFും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ്. എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം, ക്ഷേത്രധ്വംസനങ്ങൾ, പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഞങ്ങളതിനെ ഗണപതി വട്ടം എന്നാണ് വിളിക്കുന്നത്. അല്ല, അതൊക്കെ കേസ് നടത്തുന്നത് കേരള പോലീസാണ്, ട്രാൻസ്ഫർ ചെയ്യുന്നത് കേരളം തന്നെയാണ്. ഞങ്ങൾക്കിതിലെന്താണ് പറയാനുള്ളത്? ഞങ്ങളെന്തിനാ അതിൽ പേരിട്ട് പറയണം? കേസ് നടത്തുന്നതും കാര്യങ്ങളൊക്കെ സംസ്ഥാനമല്ലേ? ആ അല്ല, അതിപ്പോൾ BJP നേരത്തെ ഇവർ വിചാരിച്ചത് BJP ഒരു പേരിന് വേണ്ടിയുള്ള മത്സരമാണെന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, അവഗണിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ശരിയായ മത്സരം, സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ജനങ്ങൾ BJPക്ക് NDAക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഫാസിസ്റ്റ് നടപടികൾ നോക്കൂ. നിങ്ങൾ മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ LDFും UDFും ഒന്നിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തടയുകയാണ്. KSU, SFI, MSF അവരെല്ലാം ഒന്നിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കോളേജിൽ തടയുകയാണ്. കൊല്ലത്ത് കൃഷ്ണകുമാറിനെ SFIക്കാർ കോളേജിൽ തടയുകയാണ്. തിരുവനന്തപുരത്ത് V. മുരളീധരനെതിരായിട്ടുള്ള ആക്രമണം അവിടെ പല ഘട്ടങ്ങളിലായിട്ട് നടക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ട് കള്ള ആരോപണങ്ങൾ നിത്യവും ഉന്നയിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെതിരായിട്ട് ചില മാധ്യമങ്ങളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അനിൽ ആൻ്റണിക്കെതിരായി ഇപ്പോൾ ഒരു പുതിയ കഥയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇരു മുന്നണികളും ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത്. അതുകൊണ്ട് അവരെല്ലാ ഫാസിസ്റ്റ് അക്രമ രീതികളും ഉപയോഗിക്കുകയാണ്. കണ്ണൂരിലാണെങ്കിൽ ബോംബ് നിർമ്മിച്ച് RSS BJP നേതാക്കളെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറയുകയാണ്.